സലീം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൻ്റെ തള്ളലിൽ സമ്മർദ്ദത്തിൽ പറഞ്ഞു പോയതാണോ, അതെയോ കുറേ കാലമായിട്ട് ആലോചിച്ചുറപ്പിച്ചിട്ട് മടുത്തു ഇനിയും ചുട്ടികുത്താൻ എന്ന് പറഞ്ഞ പോലെ? അല്ല, മടുപ്പ് എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ സത്യം, നമ്മൾ കുറേ സത്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുക. നമ്മൾ ഈ കാൽപ്പനികമായ ഉള്ളൊരു ലോകത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മാത്രം മരണമില്ല, ബാക്കി എല്ലാവർക്കും മരണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റ ആളുകളാണ് സിനിമാ ലോകത്തുള്ളത്. സിനിമാ ലോകത്ത് പ്രത്യേകിച്ച് എല്ലാം നിത്യഹരിതങ്ങളാണ്. അതെ. പക്ഷേ സലീം കുമാർ അതിൽ വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ല. ഈ നിത്യഹരിതങ്ങളെ കാണുമ്പോൾ സലീം കുമാർ എന്നാ ചിന്തിക്കുന്നത്? എനിക്ക് പഴയ നിത്യഹരിതങ്ങൾ ഞാൻ ഓർക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മോഹങ്ങൾക്കൊന്നും വലിയ ജീവിതത്തിൽ വലിയ സ്ഥാനങ്ങളില്ല. ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ, ഞാൻ ചുമ്മാ കാണാൻ ചെന്നു, തളർന്നെടുക്കുന്നു പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്ന സമയത്ത് ഒരു 2 മണിക്കൂറോടൊന്ന് സംസാരിച്ചു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, സലീം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഇവിടുന്ന് പടി വരെ ഒന്ന് നടക്കുക. അതായിരുന്നു എൻ്റെ ആദ്യത്തെ കണ്ണു തുറപ്പിച്ച ഒരു സംഭവം. കാരണം നമുക്കിപ്പോൾ ഒരുപാട് സിനിമയിൽ അഭിനയിക്കണം, സമ്പാദിച്ചു കൂട്ടണം, അത് ചെയ്യണം, അവിടെ സ്റ്റേറ്റ് വാങ്ങിക്കണം, ഇവിടെ ഫ്ലാറ്റ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ, എന്നെപ്പോലെ തന്നെ ചോരയും നീരൊക്കെ ഉള്ള ഒരു മനുഷ്യൻ്റെ ആ സമയത്തെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു 100 മീറ്ററോളം ഉണ്ടാവില്ല, അവിടം വരെ ഒന്ന് നടക്കുക എന്ന്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നൈമിഷികത സലീം കുമാർ തിരിച്ചറിഞ്ഞു അതിലൂടെ. അതെ, ഇത്രേ ഉള്ളൂ. ഈ വലിയ കോട്ടും സൂട്ടും ആർഭാടവും ആരവൊക്കെ മുഴക്കുന്ന മനുഷ്യന് തലയ്ക്ക് പിറകിൽ ഒരു ചൊട്ട് കിട്ടിയാൽ അതെ തീർന്നു. അപ്പം സലീം കുമാറിന് 2 കാല് പച്ചമണ്ണിൽ കുത്തിയിട്ടാണ് നിൽക്കണേ എപ്പോഴും, അല്ലേ? അതെ അതെ. ഇപ്പോഴുള്ളതെല്ലാം ബോണസാണ്. അത്രേ ഉള്ളൂ. ബോണസാണ്. ജീവിതത്തിൽ ഇപ്പം നേടിയതെല്ലാം എല്ലാം ബോണസാണ്. കാരണം നമ്മുടെ ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഇമ്പോർട്ട് ചെയ്യാനും പറ്റൂല, ഇവിടുന്ന് ഒന്നും എക്സ്പോർട്ട് ചെയ്യാനും പറ്റാത്ത ഒരു പോർട്ടാണ്. പക്ഷെ പലരും ഇവിടെ കിടന്ന് പർച്ചേസ് ചെയ്ത് മരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. പർച്ചേസിങ് പോണ സമയത്തോട് പർച്ചേസ് ചെയ്ത അവനും അറിയാം ഒന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടുന്നുള്ളത്. ഫ്ലൈറ്റിൽ സ്ഥലമില്ല. അതെ അതെ, ഫ്ലൈറ്റ് ഒരു 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 സംഭവം പോലും അങ്ങോട്ട് കേട്ടില്ല, ഷർട്ട് പോലും കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ അവിടേക്കാണ് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് കൂട്ടി കൂടെ നിൽക്കുന്നവനെ ദ്രോഹിച്ച്, കൂടെ യാത്ര ചെയ്യേണ്ടവനാണ് ചിലപ്പോൾ ഈ ഫ്ലൈറ്റ് അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടവനെ ദ്രോഹിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ എൻ്റെ കണ്ണുറപ്പിച്ച് അവിടെ ഇരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോഴെല്ലാം ഇങ്ങനെ ഒരാളുടെ മോഹങ്ങൾ. പിന്നെ രണ്ടാമത്തെ കണ്ണാരെ തുറപ്പിച്ചത്? രണ്ടാമത്തെ കണ്ണ് ഇതൊരു തുറന്നിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഞാൻ നിർത്തേനെ.